തുടരും ഒരു തരുൺമൂർത്തി സംഭവം അല്ലേ? കൂട്ടത്തോട് പറഞ്ഞേ മറ്റേ വീട് കാട് കയറിയത്. സാധാരണ ഒരു ഫാമിലി പടം കാണാൻ പോയ പ്രേക്ഷകർക്ക് ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു കിടിലൻ കിടുക്കാച്ചി പടം അല്ലേ? ആകെ കുറച്ച് സിനിമകൾ നമുക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. അതിലൊരു പടമാണ് തുടരും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ലാലേട്ടൻ സിനിമ എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇനിയും തുടരും കണ്ടിട്ടില്ലാത്തൊരു വേഗം പോയി കണ്ടോ, നല്ലൊരു കിടിലൻ പടമാണ്, മിസ്സാക്കണ്ട. തുടരും ഒരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ പടത്തിന്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ മോഹൻലാൽ അതേമാതിരി ശോഭന ഒരു കോംബോ. പിന്നെ അതേപോലെ പഴയ ഒരുപാട് പടങ്ങളുടെ റെഫറൻസ് ഈ പടത്തിലുണ്ട്. അതേപോലെ മോഹൻലാലിന്റെ പൊട്ടി പാളീസായ കുറേ പടങ്ങളുടെ ഡയലോഗ്സും കാര്യങ്ങളിലൊക്കെ ഈ പടത്തിലുണ്ട്. ഒറിജിനൽ പടങ്ങൾ ആ ഡയലോഗ് സീരിയസ് ആയിട്ട് പറയുമ്പോൾ അത് കോമഡി ആണെങ്കിലും ഈ പടത്തിൽ നല്ലപോലെ വർക്കായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള ലാലേട്ടൻ സിനിമകളാണ്. മുണ്ട് മടക്കി മീശ പിരിച്ച് അങ്ങനെയുള്ള ഒരു ലാലേട്ടൻ സിനിമ. അല്ലാതെ കോട്ടും സൂട്ടിട്ട് നടക്കാനും വയ്യാതെ വല്ല വടി പോലെ നിൽക്കുന്ന സിനിമകൾ ആർക്ക് വേണം? മാസാക്കി നോക്കിയെങ്കിലും കോമഡി ആയിട്ടുണ്ട്. ആ മുണ്ടും മടക്കി മീശയും പിരിച്ചു വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് മലയാളത്തിൽ വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്തിട്ടുള്ളത് നീവുമ്പോളിയാണ് പ്രേമത്തിൽ. അത് പിന്നെയും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. വേറെ ആരെ കൊണ്ട് കൂട്ടിയെ കൂടാത്ത റൈറ്റാണ് അത്. നമ്മുടെ ലാലേട്ടൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അത്രയും ബിഗ് ബഡ്ജറ്റിൽ വന്ന് എമ്പുരാൻ കണ്ടിട്ട് കിട്ടാത്ത ഒരു ഫീല് നമുക്ക് ഈ ഒരു കുഞ്ഞു പടം കാണുമ്പോൾ കിട്ടും. അതാണ് ഈ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ്. എമ്പുരാൻ കണ്ടിട്ടുള്ള ഒരു ഹാങ് ഓവർ തുടരും കണ്ടപ്പോൾ മാറി കിട്ടി. എമ്പുരാന്റെ അത്രയും വലിയൊരു ഹൈപ്പിൽ നമ്മൾ തുടരും എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ വന്നൊരു പടം എന്താ പറയുക, തിയേറ്ററിൽ പോയി കണ്ട ഒരു അവസ്ഥ. ആകെ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ലാലേട്ടനും തിയേറ്ററിൽ കാട്ടി വെച്ച ലാലേട്ടനും ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ടിപ്പിക്കൽ ഇതെന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടും ഒന്നല്ല. ഒരു മുണ്ട് മടക്കി ആ ഒരു മീശ പിരിച്ച് അതാണ് ആ ഒരു ഇത്. അത് നമുക്കൊരു കുഞ്ഞു പടയെ തുടരും കാണുമ്പോൾ അത് കിട്ടും. ആരോ പറഞ്ഞ പോലെ ഒരു ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് വന്നാൽ മതി, വീട്ടിലിരിക്കണ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആ പടം പോയി കാണും. അതാണ് റേഞ്ച്. കാരണം അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സ്വന്തം മകനെ പോലെ കാണുന്ന ആൾക്കാരുണ്ട് ലാലേട്ടനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ ലാലേട്ടൻ നമ്മൾ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചബ്ബി ചീക്സും പിന്നെ ആ മീശ പിരിച്ചുള്ള ഒരു വിരവും ആ ഒരു മുണ്ട് മടക്കി കുത്തലും ആ ഒരു നടത്തവും അതൊന്നും ഇപ്പോഴത്തെ പടത്തിൽ കിട്ടുന്നില്ല. കാരണം ആ ഒരു ഫേസ് മാറിയ കാരണം താടി വെച്ചിട്ടുള്ള ഒരു ലാലേട്ടൻ അങ്ങനെ അങ്ങോട്ട് പഴയ ലാലേട്ടനായിട്ട് എന്തോ ഒരു ഇതില്ല. പക്ഷെ കൊള്ളാം, എന്നാലും പഴയതിൻ്റെ അത്ര ഒരു സുഖമില്ല. ആ ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് തന്നെ മതി നമുക്കൊരു ഫീല് കിട്ടാൻ. ആ പാട്ടാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പടത്തിൽ ഇന്നായി. ഒരു ഇരുമ്പും കാന്തവും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ പോലെ നമ്മളങ്ങനെ വലിച്ചിടുകയാണ് പടത്തിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ പക്ക ഒരു ഫാമിലി പടം പോലെ പോയിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫിൻ്റെ പൊന്നെ വേറെ ലെവൽ സാധനം. നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. കാരണം ഇതിനധികം പബ്ലിസിറ്റി അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ അധികം അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഈ പടം ഇപ്പം നല്ലൊരു ഹൈപ്പിൽ വന്നിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടം അത്ര ഹിറ്റ് ആവണമെന്നില്ല. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റിയാണ്. അങ്ങനത്തെ പടങ്ങളാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാതെ നമ്മൾ ട്രെയിലറും അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ വലിയ ഹൈപ്പിൽ ഇറക്കിയിട്ട് ആ പടം നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഉണ്ടല്ലോ, അതങ്ങോട്ട് നമുക്ക് അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് നമ്മളതിനെ ഹിറ്റ് ചെയ്യും. അതാണ് നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കൊക്കെ പറ്റിയത്. അവർ ഓവർ ഹൈപ്പ് കൊടുത്തു, പക്ഷെ പടം അതിനുള്ളൊരു സെറ്റപ്പ് ഇല്ല. എന്തൊക്കെ മാസ് കാണിക്കാൻ വേണ്ടി കുറേ ഷോട്ട് എടുത്ത് വെച്ച പോലെ. കാരണം മോഹൻലാലിന് ആ ലുക്ക് പോലും ചേർന്നില്ല. ആകെ പടത്തിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് മോഹൻലാൽ മുണ്ട് മടക്കിയിട്ട് ആ സ്റ്റീഫൻ തിരിച്ചു വരുന്ന സീൻ ഉണ്ടല്ലോ, അത് മാത്രമാണ്. അത്രയും നേരം കണ്ടിരുന്ന പടത്തിൽ ആ ഒറ്റ സീനാണ് ഇഷ്ടപ്പെട്ടുള്ളൂ. എവിടൊക്കെ ചില സ്ഥലങ്ങളിൽ ദൃശ്യം മോഡൽ ഫീൽ ചെയ്തു. ചിലപ്പോൾ ആ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള ആ ഒരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് എവിടെയോ ഒരു ദൃശ്യം കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് മാത്രമാണ് ഫീൽ ചെയ്തതെന്ന് അറിയില്ല. പിന്നെ ലാലേട്ടൻ്റെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പം നമ്മൾ ഒപ്പം കാണുമ്പോഴും ഒപ്പത്തിലുണ്ടല്ലോ ആ ഒരു കണ്ണാത്ത അതിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫൈറ്റ്, അതേപോലെ എവിടേക്ക് ചില സിനിമകളായിട്ടൊരു ചെറിയൊരു കണക്ഷൻ, ഒരു സാമ്യം പോലെ തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ലാലേട്ടൻ മൂവീസാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയുടെ ഒരു അഭിമാനം തന്നെയല്ല ലാലേട്ടൻ.
ലാലേട്ടൻ്റെ ആ റേഞ്ച് ഒന്നും വേറെ ആൾക്ക് എത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, ലാലേട്ടൻ്റെ റെക്കോർഡ് തകർക്കാൻ അത് ലാലേട്ടന് മാത്രമേ പറ്റുള്ളൂ, വേറൊരു കുട്ടിക്ക് പറ്റില്ല മലയാളത്തിൽ. ഒന്നും വേണ്ട, ക്ലൈമാക്സിലുള്ള ചിരി ഉണ്ടല്ലോ, നൈസായിട്ടുള്ള ഒരു സ്മൈല്, ആ ഒരു ശോഭനേനെയും കുട്ടീനെയും കാണുമ്പോഴുള്ള ഒരു സാധനം, എന്തല്ല അഭിനയം. എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് പടങ്ങൾ ഇഷ്ടമല്ല. ഒന്നല്ലെങ്കിൽ ഫൈറ്റ് പടം കാണുമ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ ഇത് ഫൈറ്റ് പടം അല്ലേ എന്ന് പറഞ്ഞ് കാണാതിരിക്കും. പക്ഷെ ഈ തുടർന്ന് പറഞ്ഞൊരു സിനിമ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു. അപ്പം അതിന് ശേഷം ഞാൻ അമ്മടുത്ത് പോയി ചോദിച്ചു, അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ഫൈറ്റ് ആണല്ലോ. അപ്പം ഞാൻ അമ്മടുത്ത് പോയി ചോദിച്ചു, അമ്മ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം അമ്മ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് വില്ലന്മാർ അത്രയും ചെയ്താൽ പോരാ, അവരെ ചതക്കണമായിരുന്നു, ഇത് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ഓൾഡ് ജനറേഷന് പടം കറക്റ്റായിട്ട് കണക്റ്റായി. മറ്റേ മനസ്സിനക്കരയിൽ ശീല പറയുന്നുണ്ടല്ലോ, അതായത് അടിക്കട അവനെ എന്ന് പറഞ്ഞിട്ട് ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന്, അതേപോലെ മീൻസ് അവർ ആ ഒരു ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്, അവൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ പോരാ എന്നുള്ളൊരു സംഭവം. ഇപ്പോഴത്തെ പടങ്ങളൊക്കെ ഒരു ന്യൂജൻ സ്റ്റൈലല്ലേ വരുന്നത്, പഴയ ആൾക്കാർക്കൊന്നും അങ്ങനെ മനസ്സിലാവില്ല എന്താണ് ഇവർ പറയുന്നത് സംഭവമൊക്കെ. പക്ഷെ ഇങ്ങനത്തെ പടങ്ങളാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണതും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പടങ്ങൾ വൻ ഹിറ്റ് അടിക്കുന്നത്. കാരണം ഇതിന്റെ കോർ ഓഡിയൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടം ഹിറ്റാവും. ഇനിയിപ്പോൾ അടുത്തൊരു ഇതെന്താണെന്നറിയാം, ഈ പടത്തിന്റെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് വരാൻ പോകുന്നത്, ഇത് ഹിന്ദിയിൽ അല്ലെങ്കിൽ തെലുങ്കിലോ റീമേക്ക് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതിപ്പോൾ മറ്റേ മലയിലല്ലേ കുഴിച്ചിട്ട് കാടിൻ്റെ ഉള്ളിൽ, അവരിത് വല്ല ഹിമാലയത്തിലും കൊണ്ട് കുഴിച്ചിടും. ഈ കാറിന് പകരം അവർ വല്ല ഹെലികോപ്റ്റർ ഓടിക്കും. എന്നിട്ട് മറ്റേ സ്നോ സ്ലൈഡ് ഉണ്ടാവുമല്ലോ, അതായത് മഞ്ഞിടിഞ്ഞ് വീണ ആ സംഭവത്തിൽ അതിൽ ബോഡി വരും. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഫൈറ്റർ ജെറ്റുകളും മിസൈലൊക്കെ ആയിരിക്കും അവിടുത്തെ പരിപാടി. ഇനിയിപ്പോൾ എന്തൊക്കെ കാണണം ആർക്കറിയാം. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലിനെ ശരിക്കും ഒന്ന് കാണാൻ പറ്റി. അവരഭിനയും ആ ഒരു ഫൈറ്റും, എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാലേട്ടൻ എങ്ങനെ, അതാണ് ഈ പടം. ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പേര് ചെയ്യാൻ വെച്ചിട്ട് നടക്കാതെ ഒരു പരിപാടിയാണ് ഈ തുടരും. അത് നമ്മുടെ തരുൺമൂർത്തി എടുത്ത് ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പടങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തരുൺമൂർത്തിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്.